ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് അങ്ങനെ ലൈവിൽ അടി പൊട്ടി ഒരു വഴിയാവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. നമ്മുടെ റസ്മിൻ ബായും ജിൻഡോയും തമ്മിൽ ഒരു സങ്കടം എന്ന് പറയുന്നത് പവർ ടീമിൽ അംഗങ്ങൾ തന്നെ നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ്. അല്ല, അത് സീനിൽ നമുക്ക് കണ്ടന്റ് കിട്ടിയാൽ മതിയല്ലോ. എന്തൊക്കെയായാലും വളരെ ഒരു റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ജിൻഡോന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാ താരങ്ങളും ഒരുമിച്ച് ജിൻഡോയെ എതിർക്കാനായിട്ടുള്ള സാധ്യതയില്ല. ഈ പറഞ്ഞ പോലെ നമ്മുടെ അർജുൻ ആയാലും ഗബ്രി ആയാലും ജാസ്മിൻ ആയാലും എല്ലാവരും നമ്മുടെ റസ്മിന്റെ ഒപ്പം നിന്നിട്ടാണ് ജിൻഡോയെ ഒരുമിച്ച് നിന്ന് ആക്രമിക്കുന്നത്. ജിൻഡോ റസ്മിന്റെ നാടിനെ പറ്റിയോ ജോലിയെ പറ്റിയോ എന്തോ ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. നീ എന്റെ നാടിനെ പറ്റി പറയുന്നത് എന്തിനാണ്, നീ ഞാൻ വന്ന സ്ഥലത്തെ പറ്റി പറയുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ച് നിനക്ക് അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാടാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ റസ്മിൻ നല്ല രീതിയിൽ ജിൻഡോനോട് ചാടി കടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ പോയി ബിഗ് ബോസിലെ വേസ്റ്റ് ബക്കറ്റിൽ നിന്ന് വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് റസ്മിൻ ആ ഒരു വീട് മൊത്തം വിതറുന്നുണ്ട്. ഇത് ലാലേട്ടൻ എന്തായാലും അടുത്ത ആഴ്ച പൊളിക്കാനുള്ള പരിപാടിയായിട്ടുണ്ട്. അവിടെ ഹൈജീൻ ഇല്ല എന്നുള്ളൊരു കാര്യം ലാലേട്ടൻ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് തെളിയിച്ചൊരു കാര്യമാണ്. നമ്മുടെ ജാസ്മിൻ തുമ്മിയ ചായ കൊടുക്കുന്ന പരിപാടി ഇതിപ്പോൾ റസ്മിൻ ഇത്തരത്തിൽ ചെയ്തത് എന്തായാലും ചോദ്യം ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് അടിച്ച് കളയടോ എന്നൊക്കെ നമ്മുടെ ജിൻഡോനോടാണ് പറയുന്നത്. ജിൻഡോ അത് കഴിഞ്ഞ് ബിഗ് ബോസിനോട് എന്തോ പറയുന്നുണ്ട്. എന്തായാലും ഒരു പ്രൊമോ കണ്ട് ഡീകോഡ് ചെയ്തെടുക്കുന്നതിന് പരിമിതികളുണ്ട്. പക്ഷേ ജിൻഡോൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് പോയിന്റുകൾ സംസാരിക്കാൻ അറിയാം, പക്ഷെ ആ ഒരു പോയിന്റ് പറഞ്ഞ ആളുകളെ കൺവീൻസ് ചെയ്യിക്കാനായിട്ട് ജിൻഡോന് സാധിക്കുന്നില്ല. ഇപ്പം നമ്മുടെ സീസൺ 5 അഖിൽ മാരാറിനെ പോലെ അല്ലെങ്കിൽ 4 നമ്മുടെ റോബിനെയൊക്കെ പോലെ അവരെ പോലെ ഒരു ടോക്കിംഗ് സ്കില്ലില്ലാതെ പോയി പാവത്തിന്. കൃത്യമായിട്ടുള്ള പോയിന്റുകൾ എവിടെന്നെങ്കിലൊക്കെ ഇങ്ങനെ ചെകഞ്ഞെടുത്തുകൊണ്ട് വരും, പക്ഷെ അത് സംസാരിച്ച് കൺവീൻസ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ടോക്കിംഗ് സെൻസ് ഇല്ലാതെ പോയി. അത് തന്നെയാണ് ജിൻഡോൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇപ്പോൾ ജിൻഡോ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആരെങ്കിലും കയറി ഇടിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ജിൻഡോ ഒരു ബോഡി ബിൽഡറാണ്. ആദ്യം തന്നെ ഒരു ബോഡി ബിൽഡർ മറ്റുള്ള തൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് ക്ഷമയാണ്. ഏറ്റവും കൂടുതൽ ക്ഷമയുണ്ടാവുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു മാർഷൽ ആർട്ടിസ്റ്റും അതുപോലെ തന്നെ ഈ ബോഡി ബിൽഡേഴ്സ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജിൻഡോ കൈവെക്കുമെന്ന് എനിക്ക് തോന്നുന്നതേ ഇല്ല. പക്ഷേ ജിൻഡോന്റെ വായിന്ന് വരുന്ന റോങ് സ്റ്റേറ്റ്മെന്റ്സ് ജിൻഡോന് പണി തരാനായിട്ടുള്ള നല്ല സാധ്യതകളുണ്ട്. ഇപ്പൊ സീസൺ 3 നമ്മുടെ സജന ഫിറോസ് ആരും തല്ലിയിട്ടല്ല പുറത്താക്കിയത്. റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മറ്റുള്ളൊരു കണ്ടസ്റ്റന്റിനെതിരെ വളരെ മോശമായ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ഉന്നയിച്ചത് കൊണ്ടാണ് സീസൺ 3 ലാലേട്ടൻ ചവിട്ടി പുറത്താക്കിയത്. അപ്പോൾ ജിൻഡോനും ഇത്തരത്തിലുള്ള റോങ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് പുറത്താകാനായിട്ടുള്ള സാധ്യതകളാണ് ഞാൻ കാണുന്നത്. ജിൻഡോ പുറത്താവുകയാണെങ്കിൽ ഈ ഒരു റോങ് സ്റ്റേറ്റ്മെന്റിന്റെ പേരിലായിരിക്കും. അല്ലാതെ ഒരാളെ കൈവയ്ക്കാനുള്ള അത്തരത്തിലേക്ക് ജിൻഡോ വളരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വാവിട്ട വാക്കെന്ന് പറയില്ല, അത് പിന്നെ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ ജിൻഡോ റോങ് സ്റ്റേറ്റ്മെന്റ് പറയുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നതും. അവിടെ എന്തെങ്കിലും പോകുന്നിരിക്കട്ടെ, അതൊന്ന് പറഞ്ഞ് കൺവീൻസ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ടോക്കിംഗ് സ്കില്ലും ഇല്ലാതെ പോയി പാവത്തിന്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ലൈവ് കണ്ടാലേ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള കൃത്യമായ ഒരു അഭിപ്രായം പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ പ്രമോ കണ്ട് നമുക്ക് പറയുന്നതിന് പരിമിതികൾ ഉണ്ട് എന്തൊക്കെയാണെങ്കിലും. അപ്പൊ നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്